ബംഗാൾ തെരഞ്ഞെടുപ്പ് അങ്ങനെ പോളിംഗ് ബൂത്തിലേക്ക് കഴിഞ്ഞ ദിവസം ബംഗാൾ എത്തിയിരിക്കുന്നു. ഇനി വിധി വരാനുണ്ട്. വീണ്ടും മമതാ ബാനർജിയുടെ ഒരു അധികാര തുടർച്ചയുണ്ടാകുമോ എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. കാരണം മമത തന്നെ പറയുന്നത് ഇവിടെയുള്ള സ്ത്രീ വോട്ടർമാർ എന്റെ സഹോദരിമാരാണ്, എന്റെ മക്കളാണ്, ഞാൻ അവരുടെ അമ്മയാണ് എന്നൊക്കെയാണ്. പക്ഷേ സുവേന്ദു അധികാരിക്ക് വ്യക്തമായ ചില പ്ലാനുകൾ ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള തന്ത്രങ്ങൾ ബംഗാളിൽ നടപ്പിലാക്കിയിട്ടുണ്ട് എന്ന് തന്നെ വേണം കരുതാൻ. ബിജെപിക്ക് അധികാരം പിടിക്കാൻ ബംഗാളിൽ സാധിക്കുമോ? ജയസൂര്യൻ സാർ. ഇത്തവണ ബംഗാൾ ജനത ആ തീരുമാനം എടുത്തു കഴിഞ്ഞു. മമതാ ബാനർജി എന്നാണ് ഇപ്പോ അറിയപ്പെടുന്നത്. അത്ര ഭീകരമായ ഭരണമാണ് ബംഗാളിൽ ഇപ്പോൾ നടക്കുന്നത്. കാരണം പണ്ട് CPM-ന്റെ കാലഘട്ടത്തിൽ അവിടെ ഉണ്ടായിരുന്ന ഗുണ്ടാരാജ്, അതിന് നേതൃത്വം കൊടുത്ത ഗുണ്ടകൾ അപ്പാടെ തൃണമൂൽ കോൺഗ്രസിലേക്ക് ചേക്കേറുകയാണ് ഉണ്ടായത്. ഭരണം മാറി, മുഖ്യമന്ത്രി മാറി, പാർട്ടി മാറി, പക്ഷേ ഭരണത്തിന്റെ സംസ്കാരത്തിന് യാതൊരു മാറ്റവും ഉണ്ടായില്ല. ബംഗാളികൾ അനുഭവിച്ച് മടുത്തു. ഇനി ഒരു മോചനം വേണം എന്നുള്ളത് കൊണ്ട് BJP-യുടെ ഭരണത്തിന് കീഴിലേക്ക് മാറാൻ ബംഗാൾ ജനത ഒന്നടങ്കം തയ്യാറെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ്. അവരുടെ വോട്ടെടുപ്പിൽ അത് കൃത്യമായി പ്രതിഫലിപ്പിക്കുകയും ചെയ്യും. അതായത് BJP ഒറ്റയ്ക്ക് ബംഗാളിൽ അധികാരത്തിൽ വരും. ഇതാണ് ഇപ്പോൾ അവിടെ തെളിയാൻ പോകുന്ന ചിത്രം. നമുക്ക് ബംഗാളിനെ ഒന്ന് ഓടിച്ചു നോക്കിയാൽ ആകെ 294 സീറ്റുകളാണ് ഉള്ളത്. അതിൽ തൃണമൂൽ കോൺഗ്രസിന്റെ സഖ്യം എന്ന് പറയുന്നത് 2 പാർട്ടികൾ ചേർന്നതാണ്. തൃണമൂൽ കോൺഗ്രസ് 291 സീറ്റിൽ മത്സരിക്കുമ്പോൾ ഗോർഖ മോർച്ച എന്ന് പറയുന്ന അവരുടെ സഖ്യകക്ഷി 3 സീറ്റിൽ മത്സരിക്കുന്നു. എന്നാൽ BJP ഒറ്റയ്ക്കാണ് മത്സരിക്കുന്നത്, 294 സീറ്റിൽ മത്സരിക്കുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒറ്റയ്ക്കാണ് 294 സീറ്റിൽ മത്സരിക്കുന്നത്. ഇടതുപക്ഷം ഒരു മുന്നണിയായിട്ടാണ് മത്സരിക്കുന്നത്. വിചിത്രമായ ഒരു കാര്യം, 294 സീറ്റുള്ള അസംബ്ലിയിൽ ഇടതുപക്ഷ മുന്നണിക്ക് 311 സ്ഥാനാർത്ഥികൾ ഉണ്ട് എന്നുള്ളതാണ്. എന്ന് പറയുമ്പോൾ തന്നെ കാര്യം വളരെ വ്യക്തമായല്ലോ. അതായത് 17 സീറ്റുകളിൽ അധികം മത്സരിക്കുക. അപ്പോൾ അവിടെ CPI ML-ന് 10 സീറ്റും CPI-ക്ക് 16 സീറ്റും കൊടുക്കുന്നതിന് പുറമെ ISF എന്ന പാർട്ടിക്ക് 29 സീറ്റ് നൽകി. അങ്ങനെയാണ് ഇടതുപക്ഷ മുന്നണി മത്സരിക്കുന്നത്. കഴിഞ്ഞ തവണ അവിടെ തൃണമൂൽ കോൺഗ്രസിന് 48% വോട്ടുകൾ ലഭിക്കുകയുണ്ടായി. എന്നാൽ ഇന്ന് പ്രതിപക്ഷത്തുള്ള 77 സീറ്റുള്ള BJP-ക്ക് 38% സീറ്റുകളാണ് ഉണ്ടായിരുന്നത്. CPM-ന് 4% സീറ്റും കോൺഗ്രസിന് 2% സീറ്റും വോട്ടുമാണ് ഉണ്ടായിരുന്നത്. അപ്പോ സീറ്റൊന്നും ഉണ്ടായിരുന്നില്ല. CPM-ന് സീറ്റില്ല, 4% വോട്ടുണ്ട്. കോൺഗ്രസിന് സീറ്റില്ല, 2% വോട്ടുണ്ട്. ഇതാണ് കഴിഞ്ഞ തവണത്തെ ചിത്രം. കഴിഞ്ഞ തവണ BJP-യെ സംബന്ധിച്ചോട് അധികാരം കിട്ടുമെന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്നെങ്കിലും പ്രതിപക്ഷത്ത് എത്താനേ സാധിച്ചുള്ളൂ. അതിനു മുമ്പത്തെ തവണ BJP-ക്ക് ആകെ 3 സീറ്റുകളാണ് ഉണ്ടായിരുന്നത്. അവിടെ നിന്ന് 77 സീറ്റിലേക്ക് തങ്ങളുടെ നില വളരെയേറെ മെച്ചപ്പെടുത്താൻ, ഉയർത്താൻ BJP-ക്ക് കഴിഞ്ഞു. പക്ഷെ ഭരണം ലഭിച്ചില്ല. എന്തുകൊണ്ട് ഭരണം ലഭിച്ചില്ല എന്നുള്ളതിനെ പറ്റി പഠിക്കുമ്പോൾ BJP-ക്ക് പശ്ചിമ ബംഗാൾ മുഴുവൻ അറിയപ്പെടുന്ന നല്ല ഒരു മുഖമുണ്ടായിരുന്നില്ല, നേതാവ് ഉണ്ടായിരുന്നില്ല. കേന്ദ്ര നേതാക്കളാണ് കഴിഞ്ഞ തവണ അസംബ്ലി ഇലക്ഷനിന് പ്രചരണം പോലും ലീഡ് ചെയ്തത്. പക്ഷെ ഇത്തവണ ചിത്രം വ്യക്തമാണ്. സുവേന്ദു അധികാരി, സൂര്യകാന്ത മജുംദാർ, ഈ 2 നേതാക്കന്മാർ BJP-ക്ക് പശ്ചിമ ബംഗാളിൽ എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുക്കാനും ഏകോപിപ്പിക്കുവാനും രംഗത്ത് ഉണ്ടായിരുന്നു. അതായത് BJP പുറത്തുനിന്ന് വന്ന ഒരു പാർട്ടിയല്ല, പ്രാദേശിക നേതാക്കൾ ബംഗാളിൽ ആ പാർട്ടിയെ നയിക്കും. സുവേന്ദു അധികാരി അതിന് കൃത്യമായും യോഗ്യതയുള്ള വ്യക്തിയാണ്, നല്ല നേതാവാണ് എന്ന് ബംഗാൾ അംഗീകരിച്ചിരിക്കുന്നു. ഈ അവസരത്തിലാണ് അവിടെ CAA നടപ്പാക്കിക്കൊണ്ട് മധുവ എന്ന് പറയുന്ന ഒരു ജാതിയെ ഇന്ത്യയിലെ പൗരത്വം നൽകി BJP അംഗീകരിക്കുന്നത്. മധുവ എന്ന് പറഞ്ഞാൽ ഒരു ദളിത് വിഭാഗത്തിൽപ്പെട്ട ജാതിയാണ്, ഹിന്ദുവാണ്. അവർ പശ്ചിമ ബംഗാളിൽ ആണ് എങ്കിൽ പോലും ബംഗ്ലാദേശിലാണ് അവരുടെ ഭൂരിഭാഗം ആൾക്കാർ. ആ ബംഗ്ലാദേശി ഹിന്ദുക്കളായ, പിന്നോക്കക്കാരായ, ദളിതരായ മധുവ സമൂഹത്തെ ഇന്ത്യയിലേക്ക് കടന്നു വന്ന അഭയാർത്ഥികളായി നിൽക്കുമ്പോഴും പൗരത്വം കൊടുക്കാൻ ആരും തയ്യാറായില്ല. അപ്പോഴാണ് BJP അവർക്ക് പൗരത്വം അനുവദിച്ചുകൊണ്ട് CAA നടപ്പാക്കുന്നത്. ഓർക്കണം, 40 അസംബ്ലി മണ്ഡലങ്ങളിൽ റിസൾട്ടിനെ നിർണയിക്കാൻ കഴിയുന്ന വലിയ ഒരു സമുദായ ശക്തിയാണ് മധുവ. അതുകൊണ്ട് തന്നെ 24 ഫർഗാന എന്നറിയപ്പെടുന്ന
കൽക്കട്ടയ്ക്ക് ചുറ്റുമുള്ള വലിയ ജില്ല ഉൾപ്പെടുന്ന ആ പ്രദേശം മധുവ സമുദായത്തിന്റെ പിന്തുണയോടുകൂടി BJP പിടിച്ചടക്കും എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന കണക്കുകൾ. അങ്ങനെ വന്നാൽ അത് BJPക്ക് വലിയൊരു സഹായമാവും. സീറ്റുകൾ വളരെയേറെ കൂടുകയും ചെയ്യും. മാത്രമല്ല, അധ്യാപക നിയമനം പാർട്ടിക്കാരെ കുത്തി നിറച്ചുകൊണ്ട് യഥാർത്ഥത്തിലുള്ള മെറിറ്റിനെ അട്ടിമറിച്ച് സ്വജനപക്ഷപാതത്തിന് വ്യക്തമായ തെളിവായി ഇപ്പോൾ എല്ലാവരും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതായത് തൃണമൂൽ കോൺഗ്രസിന്റെ പാർട്ടി പ്രവർത്തകർക്ക് മാത്രം സർക്കാർ അധ്യാപകരായി നിയമനം കൊടുത്ത വളരെ വിവാദമായിട്ടുള്ള ആ വിഷയം മമതാ ബാനർജിയുടെ പ്രതിച്ഛായയ്ക്ക് വലിയ കോട്ടം തട്ടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ റേഷൻ മോഷ്ടിച്ചത്, സാധാരണക്കാർക്ക് ലഭിക്കേണ്ടതായ റേഷനിൽ തിരിമറി നടത്തി വലിയ ഒരു അഴിമതി എന്നുള്ള നിലയിൽ സമൂഹം ഇന്ന് ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ അനധികൃതമായ കുടിയേറ്റത്തിന് പിന്തുണ കൊടുത്തുകൊണ്ട് അവരെ മുഴുവൻ വോട്ട് ബാങ്കാക്കി മാറ്റിക്കൊണ്ട് അവരെ പാർട്ടി അണികളാക്കി മാറ്റി അങ്ങനെയാണ് മമതാ ബാനർജിയും CPM-ഉം ബംഗാൾ ഭരിച്ചിരുന്നത് എന്നുള്ളതും വ്യക്തമാണ്. CAA നടപ്പാക്കുന്നതോടുകൂടി ഇവരെല്ലാം പുറത്തു പോകേണ്ടി വന്നു. വോട്ടേഴ്സ് ലിസ്റ്റ് ശുദ്ധീകരിക്കപ്പെട്ടു. ഈ സമയം കൂനിന്മേൽ കുരു എന്നതുപോലെ മറ്റൊരു വലിയ പ്രശ്നവും അവിടെ മമതാ ബാനർജി നേരിടുന്നുണ്ട്. ഷാജഹാൻ ഷെയ്ഖ് എന്ന് പറയുന്ന ഒരു നേതാവ് 24 ഫർഗാനാസ് എന്ന് പറയുന്ന ജില്ലയില് തൃണമൂൽ കോൺഗ്രസിന്റെ നേതാവായി സമാന്തര ഭരണം നടത്തുകയായിരുന്നു. നമ്മുടെ കേരളത്തിൽ ഇരുന്നുകൊണ്ട് ചർച്ച ചെയ്യുമ്പോൾ കേരളത്തിന്റെ എറണാകുളം പോലെയുള്ള വാണിജ്യ തലസ്ഥാനം ആണ്, വ്യാവസായിക തലസ്ഥാനമാണ് ഈ 24 ഫർഗാനാസ് ബംഗാളിൽ. അതായത് ബംഗാളിലെ സാമ്പത്തിക തലസ്ഥാനമായ 24 ഫർഗാന എന്ന് പറയുന്ന ജില്ല. ഈ 24 ഫർഗാന എപ്പോഴും നമ്മൾ കേൾക്കാറുള്ള പേരാണ്. ഫർഗാന എന്ന് പറഞ്ഞ താലൂക്ക് എന്നാണ് അർത്ഥം. 24 താലൂക്കുകൾ ഉൾപ്പെടുന്ന ആ ജില്ല 24 ഫർഗാന. അത് മുഗളന്മാരുടെ കാലഘട്ടത്തിൽ ഉണ്ടാക്കിയ ഒരു സിസ്റ്റമാണ്. ആ ഭൂപ്രദേശം വാണിജ്യ കേന്ദ്രത്തിന് അവർ ആ പേരിട്ടു. പിന്നെ ബ്രിട്ടീഷുകാരത് ഫോളോ ചെയ്തു. നമ്മളിപ്പോഴും അത് പിന്തുടരുന്നു. അതാണ് അവിടെ സന്ദേശ് ഖാലി എന്ന് പറയുന്ന പ്രദേശത്ത് ഭൂമി കയ്യേറ്റം നടത്തിയ ഈ ഷാജഹാൻ ഷെയ്ഖ് ഭൂമി നഷ്ടപ്പെട്ടവരെ അടിച്ചോടിക്കുകയും അവരുടെ സ്ത്രീകളെ അപമാനിക്കുകയും ചെയ്ത സംഭവം അങ്ങേയറ്റം രോഷമുണ്ടാക്കിയ ഒരു കാര്യമാണ്. ചുരുക്കി പറഞ്ഞാൽ വറചട്ടിയിൽ നിന്ന് എരുതിയിലേക്ക് വീണതുപോലെയാണ് ഇപ്പോൾ ബംഗാളികൾ. മാർക്സിസ്റ്റ് ഭരണത്തിൽ നിന്ന് മോചനം നേടി ഈ മമതാ ബാനർജിയുടെ ഭരണത്തിലേക്ക് വന്നപ്പോൾ വളരെ വലിയ കൊടിയ പീഡനമാണ് അവർ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അതിനുള്ള തിരിച്ചടിയായിരിക്കും ഈ വരാൻ പോകുന്ന ഇലക്ഷൻ എന്നുള്ളതാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ ഇല്ലാതിരുന്ന കോൺഗ്രസിനും നേരത്തെ തന്നെ ഒരു സീറ്റ് പോലും ഇല്ലാതിരുന്ന CPM-നും പ്രചരണ രംഗത്ത് ഒന്നും ചെയ്യാൻ കഴിയാത്ത പാർട്ടി തന്നെ അപ്രത്യക്ഷമായ സാഹചര്യത്തിൽ മമതാ ബാനർജിയും BJP-യും തമ്മിൽ നേരിട്ട് ഏറ്റുമുട്ടുമ്പോൾ മമതാ ബാനർജിയെ മലർത്തിയടിച്ചുകൊണ്ട് BJP ശക്തമായ രീതിയിൽ മുന്നോട്ട് വരികയും ഒറ്റയ്ക്ക് ഭരണം നേടുകയും ചെയ്യും എന്നുള്ളത് പശ്ചിമ ബംഗാളിൽ നിന്ന് ഇപ്പോൾ ലഭിക്കുന്ന വ്യക്തമായ ചിത്രം. എന്തായാലും മമതാ ബാനർജിയും BJP-യും നേർക്കുനേർ ഒരു പോരാട്ടം നടത്തുകയാണ് ബംഗാളിൽ. ഏത് നിലയിലേക്ക് ആ പോരാട്ടത്തിൽ ആര് വിജയിക്കും എന്നത് കണ്ടറിയേണ്ടതാണ്. മമതാ ബാനർജിക്കെതിരെ അവിടെ ഒരു ഭരണവിരുദ്ധ വികാരമുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. മമതാ ബാനർജി എത്രത്തോളം ലളിതമായി സാധാരണക്കാരിൽ സാധാരണക്കാരായി ജീവിക്കുന്നു എന്ന് പലതവണ തെളിയിച്ചാലും അവർ ചെയ്തു വച്ച അല്ലെങ്കിൽ അവർ കണ്ണടച്ചു നൽകിയ ചില അഴിമതികളുണ്ട്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചില ആരോപണങ്ങളുണ്ട്. അതൊന്നും അങ്ങനെയല്ല എന്ന് പ്രൂവ് ചെയ്യാൻ മമതാ ബാനർജിക്ക് സാധിച്ചിട്ടില്ല. സാധാരണക്കാരുടെ പോലും ചില ജീവിത രീതികളെ ചോദ്യം ചെയ്യുന്ന നിലയിലുള്ള ചില പ്രവർത്തനങ്ങൾ മമതാ ബാനർജിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. ഇതെല്ലാം മുതൽക്കൂട്ടാക്കി BJP വലിയൊരു കടന്നാക്രമണം തന്നെ തെരഞ്ഞെടുപ്പ് സമയത്ത് മമതാ ബാനർജിക്കെതിരെ നടത്തിയിട്ടുമുണ്ട്. ഇതൊക്കെ വോട്ടാക്കാൻ സാധിച്ചിട്ടുണ്ടോ എന്നത് കണ്ടറിയേണ്ടതാണ്. വ്യക്തമാണ്. താങ്ക് യു ജയസൂര്യൻ സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.